നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മനോഹരമായ 2 ബെഡ്റൂമുള്ളൊരു വീടും ഒരു 2 ഏക്കർ 16 സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ടോ. അതെന്താക്കണേ ആ കാണുന്ന മെക്കാടൻ ടാറിംഗ് റോഡിനോട് ചേർന്ന് ബസ് റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോഴേ നമ്മൾ ഈ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ നമുക്ക് മാലക്കല്ല് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ അകലത്തിൽ പുലിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് ഉള്ളത് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്തും വില്ലേജും നമുക്ക് കള്ളാറാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് താലൂക്ക് വരുന്നത് വെള്ളരിക്കുണ്ട് താലൂക്കിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള റോഡ് സൗകര്യം അതുപോലെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിരും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. നമുക്ക് ഇനി പോയി നോക്കാം. പിന്നെ നമ്മൾ ഈ സ്ഥലം മൊത്തം 2 ഏക്കർ 16 സെന്റ് സ്ഥലമാണ് നമുക്ക് റെക്കോർഡിലുള്ളത്. അതിനകത്ത് നമുക്ക് 1/2 ഏക്കർ സ്ഥലം കൂടുതലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിരിതാക്കണം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ടാണ് നമ്മൾ സ്ഥലം കിടക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ടിങ് തന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിലവിൽ കറണ്ടിന്റെ കണക്ഷനൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇനി ഈ ഒരു ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വീടുകളെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു റോഡ് വരുന്ന കള്ളാർന്നും അതുപോലെ മാലക്കല്ലെന്നും വരാറുന്ന ഏകദേശം 3 കിലോമീറ്റർ ദൂരമാണല്ലോ. രണ്ടും ഒരേ ദൂരം തന്നെയാണ് കേട്ടോ. പിന്നെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറ്റിക്കോലിന് പോണതാണ്. അങ്ങോട്ട് ഏകദേശം 7 കിലോമീറ്റർ ദൂരമുള്ളത് കേട്ടോ. നമ്മളെ റോഡ് സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള ഒരു വ്യൂ കണ്ടില്ല നിങ്ങൾ, നല്ല കിഡിലൻ പ്ലോട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഏത് വാഹനങ്ങൾ വേണേലും പ്ലോട്ടിനകത്തോട്ട് വീടിൻ്റെ മുറ്റം വരെ കയറി ചെല്ലാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ എൻഡ് ഇതാക്കണേ ഇവിടം വരെയാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഈ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് സ്ഥലത്തിന് വീതി കുറച്ച് കുറവാണ്. മുകളിലോട്ട് പോകുന്തോറാണ് നമുക്ക് വീതി കൂടുതലുള്ളത് കേട്ടോ. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി വീടും സ്ഥലവും മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. അതെ, ബസ് റൂട്ടിൻ്റെ സൈഡായതുകൊണ്ട് നമുക്ക് നല്ല സുഖമാണ് അല്ലേ. ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ നേരെ നമ്മളെ വീടിൻ്റെ മുറ്റത്തേക്ക്. ഇനിയിപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങോട്ട് ഇറക്കി നിർത്തിയാൽ മതി. നമുക്ക് സ്കൂൾ ബസ്സെല്ലാം വരുന്നുണ്ട്. സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊട്ടോടിയിൽ സ്കൂളുണ്ട്, രാജപുരത്ത് സ്കൂളുണ്ട്, അതുപോലെ കള്ളാറുണ്ട്, ഇപ്പോൾ ചെറുവനത്തടി ഉണ്ട്. എല്ലാ സ്കൂളിൻ്റെയും ബസ് നമുക്ക് ഇതിൽ പോകണം. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങോട്ട് ഇറക്കി നിർത്തിയാൽ മതി കേട്ടോ. പിന്നെ ഇതാക്കണേ പ്ലോട്ടിനകത്തോട്ട് വരുമ്പോൾ ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം നിലവിൽ ഇപ്പോൾ നമ്മളൊരു പ്ലോട്ടിനകത്ത് 2 or 3 വണ്ടി നിർത്താനുള്ള അത്രയും മിറ്റവും സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊരു വണ്ടി നിർത്താൻ അതുപോലെ ഇങ്ങോട്ട് വേണമെങ്കിൽ ഒരു 2 വണ്ടിയെല്ലാം നിർത്താനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതാക്കണം നല്ല കായ്ക്കുന്ന ഒരു 7ഓളം തെങ്ങുകൾ, നല്ല കായ്ക്കുന്ന തെങ്ങുകളാണ് കേട്ടോ. പിന്നെ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് പറഞ്ഞാൽ അവിടെ ഒരു കിണറുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ബോർവെല്ലും കൂടി ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഇഷ്ടം പോലെ, വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ പറമ്പ് നനയ്ക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറമ്പ് നനയ്ക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോർവെല്ലത്തെ വെള്ളം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കുടിവെള്ളത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാം അല്ലേ. ഈ ഒരു ഭാഗത്താണ് ഒരു മോട്ടോർ വരെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ വീടിന്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഇനി നമുക്ക് കിണറും കൂടി കാണിച്ചു കൊടുക്കട്ടോ. കിണറ്റിനൊക്കെ വെള്ളം ഇഷ്ടം പോലെ, വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇതാക്കണം വീടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഫുള്ള് ഡ്രസ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ ഫുള്ള് ചെടികളെല്ലാം വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. 1-2 വണ്ടികളൊക്കെ നിർത്താനുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് 2 വണ്ടിയെല്ലാം നിർത്താനുള്ള സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കിണറൊന്ന് കാണിച്ചു കൊടുക്കാം. വെള്ളം കണ്ട് വന്ന് നോക്കിയാണ് നിങ്ങൾ. വെള്ളം എന്ന് പറഞ്ഞാൽ വറ്റാത്ത വെള്ളമാണ്. ഇവിടെ വന്ന് നോക്കി, ഇതാണ് ഇപ്പോൾ നമ്മളെ ഈ ഒരു പ്ലോട്ടിനകത്തുള്ള കിണർ കേട്ടോ. ചുറ്റുഭാഗവും കെട്ടിയിട്ടുണ്ട് ഇതുപോലെ. പിന്നെ ഇതാ മോട്ടറെല്ലാം വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇഷ്ടംപോലെ വെള്ളമാണ്, വെള്ളത്തിന് ഒരു ക്ഷാമമോ കാര്യങ്ങളോ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവർക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് നേരത്തെ റബ്ബർ ഉണ്ടായിരുന്നു. അപ്പോൾ റബ്ബറെല്ലാം മുറിച്ച് മാറ്റി ഇപ്പോൾ അതിനകത്ത് ഷീറ്റ് പുകയിടാനൊക്കെ ഉണ്ടായിരുന്ന ഒരു പുകപ്പരാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. പിന്നെ ചുറ്റുപാട് നമ്മളെ അടുത്ത് തന്നെ അയൽവാസികളൊക്കെ ആയിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ കശുമാവിൻ്റെ തൈയെല്ലാം പാകിയിട്ടുള്ള മുളപ്പിച്ചിട്ടുള്ള കേട്ടോ. ഇതൊക്കെ പറമ്പിൽ നടാനുള്ളതാണ്. നമ്മുടെ പറമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് സാധനം കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളതാണ്. പറമ്പ് കാണിച്ചാൽ അതിന് മുന്നേ ആദ്യം നമുക്ക് ഈ വീട് കാണിച്ചു കൊടുക്കല്ലേ. അപ്പോൾ നമുക്ക് വീട് കാണാം ബാ. അപ്പോൾ നമുക്ക് വീടിൻ്റെ സൗകര്യങ്ങൾ മൊത്തത്തിലൊന്ന് കാണാം കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഫുൾ ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. ഫുൾ ഓപ്പൺ ആയി കിടക്കണം. നല്ല വൈറ്റ് കളറുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുള്ളത്. നല്ല നീറ്റായിട്ടുള്ള വീടാണ് കേട്ടോ. നല്ലൊരു നീറ്റുള്ളൊരു വീടല്ലേ. മൊത്തം 2 ബെഡ്റൂമുള്ള ഒരു വീടാണ് അല്ലേ. അതെ, അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് പോയോക്കല്ലേ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ. മെയിൻ ഡോറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമ്മൾ അകത്തോട്ട് അകത്തോട്ട് വരുമ്പോൾ ഹാളിലോട്ട് വരുമ്പോൾ ഇതാക്കണേ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട് ഹാളിലോട്ടൊക്കെ നമ്മൾ കയറി വരുമ്പോൾ. പിന്നെ ഇതാക്കണേ എന്താ പറയുക, എല്ലാവരും ഒന്നിച്ചിരിക്കാനൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഹാളിലോട്ട് വരുമ്പോൾ. നല്ലൊരു വീട്, നല്ല അടിപൊളി ഒരു വീട് അല്ലേ. അതെ, നല്ല കളർ ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതാ റൂഫൊക്കെ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്. എവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ഇതാക്കണേ ഇവിടെ ഒരു 3 കള്ളി ജനലെല്ലാം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഹാളിൽ തന്നെ നല്ല ഷെൽഫെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു രൂപക്കൂടെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തൊരു ഡൈനിങ് ഏരിയ ആയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വീടിന് മൊത്തം 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു റൂം ഈ ഭാഗത്തും രണ്ടാമത്തെ റൂം ഈ ഒരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റൂം കാണല്ലേ, റൂം കാണിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് വരുമ്പോഴാണ് ഇതാണ് നമ്മളെ ഫസ്റ്റ് റൂം കേട്ടോ. നല്ല സ്ഥല സൗകര്യം, നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ റാക്കെല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് അത്യാവശ്യം ഒരു കട്ടില വലിയൊരു അലമാരൊക്കെ ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഗ്യാപ്പ് വരും നമുക്ക് റൂമിന് കേട്ടോ. പിന്നെ ഫ്രണ്ടിലോട്ട് ഈ ഒരു ഭാഗത്തോട്ട് 3 കള്ളി ജനലെല്ലാം വരുന്നുണ്ട്. റൂം നല്ല സൗകര്യമുള്ള റൂമാണല്ലേ. ലീക്കോ കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റ് ആയിട്ട് കൊണ്ടുനടക്കണം. നമുക്ക് കാസർഗോഡ് ടൗണിൽ നിന്ന് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 36 കിലോമീറ്ററും നമുക്ക് കാഞ്ഞങ്ങാട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ 33 കിലോമീറ്റർ അല്ലേ. നമുക്ക് രണ്ടാമത്തെ റൂം കാണിച്ചു കൊടുത്താലോ. ഇനി നമുക്ക് ഇതാണ് രണ്ടാമത്തെ റൂം വരുന്നത് കേട്ടോ. ഹാളിൽ നിന്ന് ഈ ഒരു ഭാഗത്തോട്ട് ഈ റൂമാണെങ്കിലും നല്ല വലിയ റൂം തന്നെയാണ്, നല്ല സ്ഥല സൗകര്യം ഉണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ വലിയ റൂമാണ്. പിന്നെ ഫ്രണ്ടിലോട്ടുള്ള ഒരു 3 കള്ളി ജനൽ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇവിടെ റാക്കെല്ലാം ഉണ്ട്. റൂമൊക്കെ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല സ്ഥല സൗകര്യമുള്ള റൂമാണ്. പിന്നെ കണ്ടു കഴിഞ്ഞാലും ഇഷ്ടപ്പെടും അല്ലേ. നല്ല നീറ്റ് ആയിട്ട് നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീട് അല്ലേ, നല്ല വൃത്തിയുള്ള വീടാണ്. പിന്നെ നമുക്ക് പാണത്തൂരിന്നൊക്കെ വരാണെങ്കിൽ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് പാണത്തൂരിലോട്ട് ഒരു 16 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. നീലേശ്വരം പോവാം. നീലേശ്വരത്തിന് ഏകദേശം ഒരു 41 കിലോമീറ്റർ. നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാഞ്ഞങ്ങാട് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നീലേശ്വരം ഉണ്ട്. അതെ. ഇനി ഇങ്ങോട്ട് നമുക്ക് അടുക്കളയും കൂടെ ഒന്നും കാണാം. ഇതൊന്ന് വന്ന് നോക്കി. അടുക്കളയാണെങ്കിലും നല്ല ഒതുങ്ങിയ ഒരു പാകത്തെ ഒരു അടുക്കളയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഷെൽഫെല്ലാം ഉണ്ട്, പൊടികളോ പാത്രങ്ങളൊക്കെ വെക്കാനൊക്കെ ഉള്ള വലിയൊരു ഷെൽഫ് തന്നെയാണുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പാചകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്ത് വിറകടുപ്പ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അകത്ത് വിറകടുപ്പ് ഉണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഫ്രിഡ്ജെല്ലാം വെക്കാനുള്ള അതിനുള്ള സംഭവമെല്ലാം ഇവിടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ മേലെ റാക്കെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഫാബ്രിക്കേഷൻ്റെ വർക്കെല്ലാം ചെയ്ത് അങ്ങനെയൊക്കെ കബോർഡുകൾ ഷെൽഫ് അങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ അതിനൊക്കെ പറ്റുന്നതാണ്. പിന്നെ എല്ലായിടത്തും ഹാളിലും ഇവിടെ ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ ഒരു പ്ലോട്ടിൻ്റെ അടുത്ത് നമുക്ക് അടുത്തുള്ള ആരാധനാലയങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കള്ളാർ എത്തിക്കഴിഞ്ഞാൽ ചർച്ച് ഉണ്ട്, അതുപോലെ കൊട്ടോടി ചർച്ച് ഉണ്ട്, പിന്നെ മാലക്കല്ല് ചർച്ച് ഉണ്ട്, അടുത്ത് മാലക്കല്ല് ചർച്ച് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് ഇവിടെ വർക്ക് ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. വലിയ ബാത്റൂം തന്നെയാണ്. പിന്നെ നമ്മളെ വീടിൻ്റെ അകത്തുനിന്നുള്ള സൗകര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് എത്രയ്ക്കാണ് ഈ ഒരു ഭാഗത്തുനിന്ന് വീടിൻ്റെ സൗകര്യങ്ങൾ പറഞ്ഞാൽ എത്രയ്ക്കാണുള്ളത് കേട്ടോ. ഇനി നമുക്ക് പറമ്പിലോട്ട് പോയിട്ട് പറമ്പിലെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം. നമുക്ക് ഇനി പോയോക്കല്ലേ, പോയോക്കാം. ഇതാ കാണുന്നതാണ് നമ്മളിപ്പോൾ കണ്ട വീട് കേട്ടോ. വീടിന്റെ ബാക്ക് സൈഡിൽ ഇപ്പോൾ പറമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമുക്ക് പറമ്പിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടോക്കെ നോക്കല്ലേ നമുക്ക്. ആയിക്കോട്ടെ. അപ്പം ഇങ്ങോട്ട് വരും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കവുങ്ങും തൈയാണ് ഈ കാണുന്നത്. ഇതേപോലെ ചെറുതും വലുതുമായിട്ടുള്ള നല്ല നല്ല കവുങ്ങും തൈകൾ ഏകദേശം 300ഓളം ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത്. ഒക്കെ നല്ല അത്യാവശ്യം നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ തൈകളാണ്. ഇനി ഇങ്ങോട്ട് വരും. പിന്നെ ഇതാക്കണേ വാഴ നട്ടിട്ടുണ്ട്. അതുപോലെ പെട്ടെന്ന് കായ്ക്കുന്നതിന് പ്ലാവാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മളെ പ്ലോട്ടിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടല്ലേ. പിന്നെ ഇതല്ലേ ഈ പ്ലാവ് ചെയ്യാൻ പറ്റിയ മണ്ണുള്ള സ്ഥലം തന്നെയാണ് നമ്മളത്. എന്ത് സാധനം നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവണം അങ്ങനത്തെ മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് റംബൂട്ടാനാണ് ഈ കാണുന്നത് കേട്ടോ. എനിക്ക് ഇതൊക്കെ കുറേ തൈകൾ ഇതുപോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 125ഓളം തെങ്ങും തൈകളും നട്ടിട്ടുണ്ട്. ഇതേപോലെ ഒക്കെ നല്ല നല്ല തൈകളാണ് കേട്ടോ. ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ പറമ്പിന്റെ പച്ചപ്പ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടായി വരുന്നുണ്ട് അല്ലേ. അതെ. പറമ്പ് മൊത്തത്തിൽ ഇങ്ങനെ പച്ചപ്പായി കിടക്കുക. എവിടെ കാടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലായിടത്തും നടന്നെത്താൻ പാകത്തിനുള്ള നല്ലൊരു നീറ്റായിട്ടുള്ള പറമ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാക്കണ സപ്പോട്ടമരമുണ്ട്. സപ്പോട്ടൊക്കെ കായ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ബഡാണൊക്കെ പെട്ടെന്ന് കായ്ക്കുന്ന ഇനം തൈകളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വരും. നമുക്ക് മേലേക്ക് ഇങ്ങോട്ടും കൂടി പോയോട്ടോ. ഇതാക്കണം ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഉണ്ട് റംബൂട്ടാൻ. നോക്കി ഇതിലൊക്കെ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കായ പഴുത്തിട്ടുണ്ട്. ഈ സൈഡിലുണ്ട് കായ പിടിച്ചിട്ട്. ഒക്കെ നല്ല നീറ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ടം അല്ലേ. അതെ. അതായത് നമ്മളെ മാലക്കല്ല് ഏരിയയിൽ സ്ഥലങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് പ്ലോട്ടാണ് അല്ലേ അത്. അതെ, നല്ല കിടിലൻ പ്ലോട്ടാണ്. പിന്നെ ഇതാക്കണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മാവും തൈ എല്ലാം ഉണ്ട്. ഈ എല്ലാ ഭാഗത്തും ഇതുപോലെ തെങ്ങും തൈകളും മറ്റേ കവുങ്ങും തൈകളും വാഴയും ഫുള്ള് നട്ട്. എവിടെ ഞാൻ ഒരു ഗ്യാപ്പ് ഇല്ല കേട്ടോ ഒന്നും നടാൻ. ഇത് അവിടെ മാവും തൈ ഉണ്ട്. അൽഫോൺസ ഇനത്തിൽ പെട്ടിട്ടുള്ള മാവും തൈയാണ്. അതൊക്കെ ബഡാണെല്ലാം. അപ്പം ഞങ്ങൾ നോക്കിയാൽ പിന്നെ വേറെ കാര്യമുണ്ട്. നമുക്ക് താഴേന്ന് വെള്ളം അടിച്ചിട്ടാണ് നമുക്ക് മേളിലെ ടാങ്ക് ഉണ്ട്. ആ ടാങ്കിലോട്ട് വെള്ളം അടിച്ചിട്ട് ഫുള്ള് വേനൽക്കാലത്ത് ഫുള്ള് നനയ്ക്കുന്നുണ്ടല്ലേ. അതെ, ബോർവെല്ലൊക്കെ ഇഷ്ടം പോലെ വെള്ളമുള്ളതാണ്. അപ്പോൾ നമുക്ക് നനയ്ക്കാനൊക്കെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പ്ലാവൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ അത്യാവശ്യം നല്ല ഒക്കെ നല്ല സംഭവങ്ങളാണ് ഇതിനകത്ത് നട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ പ്ലോട്ടിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്താണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ചെരിവ് കണ്ടിട്ട് നമ്മളെ പ്ലോട്ട് വലിയ എല്ലായിടത്തും കുന്നോ മല അങ്ങനത്തെ ഒന്നല്ല. എല്ലായിടത്തേക്കും നടന്നെത്താൻ പാകത്തിനുള്ള ചെറിയ രീതിയിലുള്ള ചെരുവോ കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ
നമ്മളെ സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ മാലക്കൽ ടൗണിൽ നിന്ന് വെറും 3 കിലോമീറ്റർ അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇനി ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 50 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്ഥലം എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് നേരിട്ട് തന്നെ ഓണറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം അല്ലേ. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ അറിയാൻ ഓണറുടെ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ബന്ധുക്കൾ ആരെങ്കിലും പിന്നെ മാലക്കൽ ഏരിയയിലെ സ്ഥലങ്ങൾ മേടിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ ബൈ.